സെക്രട്ടറിയെയും ഒരു വിഭാഗം കൗൺസിലർമാരെയും അറിയിക്കാതെ മണർക്കാട് നഗരസഭയിൽ UDF ഭരണസമിതി കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തതായി ആരോപണം. ചെയർപേഴ്സൺ ഏകപക്ഷീയമായി ചില കൗൺസിലർമാരെ മാത്രം യോഗവിവരം അറിയിച്ചതിനെതിരെ UDF കൗൺസിലർമാരും LDFും രംഗത്തെത്തി. ഇതോടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇന്നേ പോലുള്ള ജനപ്രതിനിധികൾ ഇവിടെ ജയിച്ചു വരുന്നത്. അല്ല തോന്നിയ ഇവിടെ ചെയ്യുന്ന പരിപാടിയിൽ ആ പരിപാടി നിർത്തിക്കളി. കൗൺസിൽ യോഗം വിളിക്കുന്നതിന് മുന്നോടിയായി കൗൺസിലർമാർക്കും സെക്രട്ടറിക്കും മുൻകൂട്ടി അറിയിപ്പ് നൽകണമെന്ന ചട്ടം ലംഘിച്ചാണ് ചെയർപേഴ്സന്റെ നടപടി. ഭരണപക്ഷ കൗൺസിലർമാരായ രാധാകൃഷ്ണൻ, ജലീൽ കുളമ്പൻ എന്നിവരാണ് UDF ഭരണസമിതിയുടെ ഈ ഏകപക്ഷീയ തീരുമാനത്തിനെതിരെ പരസ്യമായ പ്രതിഷേധം അറിയിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞ ഭരണപക്ഷത്തിരിക്കുന്ന 17 അംഗങ്ങളിൽ 4 ആളുകൾ ഞങ്ങളടക്കാണ് 17 ആള്. ഈ 4 ആൾ അറിയാതെ നാളെ കൗൺസിൽ യോഗം നടക്കാൻ പറ്റില്ല. നല്ല രീതിയിൽ ഞങ്ങൾ അറിയാതെ ഒരു കാര്യങ്ങളും ഇവിടെ നടക്കാൻ പറ്റില്ല. അറിയാണെന്നുണ്ടെങ്കിൽ 17 അംഗങ്ങളും അറിയണം. അല്ലെങ്കിൽ മറ്റ് 17 അംഗത്തിൽ 4 ആൾ അപ്പുറത്ത് 5 ആൾ ഇപ്പുറത്ത് നിന്നിട്ട് ആ പരിപാടി നടക്കില്ല എന്നാണ് എൻ്റെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായം. ബാക്കി നാളെ കൗൺസിൽ യോഗമല്ലേ, അത് മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. സെക്രട്ടറി അറിയാത്ത ഒരു കാര്യം ഇവിടെ നടക്കാൻ പാടില്ല. സെക്രട്ടറി അറിയാതാണ് കൗൺസിൽ യോഗം വിളിച്ചിരിക്കുന്നത് അറിയാൻ പറ്റുക. അതിൽ നമുക്ക് നല്ല പ്രതിഷേധമുണ്ട്. കാരണം ഒരു മുനിസിപ്പാലിറ്റിയുടെ നഗരഭരണം എന്ന് പറഞ്ഞാൽ അത് ചെയർപേഴ്സൺ സെക്രട്ടറിയും ജോയിൻ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ സെക്രട്ടറി ഒഴിവാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ന്യൂസ് കൊണ്ടോ സെക്രട്ടറിനെ മാറ്റം കൊടുത്തിരിക്കുന്നു, ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുത്തിരുന്നു, അതിൻ്റെ മുന്നോടിയായിട്ടാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടു. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നഗരസഭാ യോഗം ചെയ്യേണ്ടത് കൗൺസിൽ കൂടുന്നത് ചെയർപേഴ്സണും സെക്രട്ടറി ജോയിൻറ്റ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിട്ടാണ്. കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കാത്തതിൽ നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കും ഇടതുപക്ഷ കൗൺസിലർമാർക്കും പരാതിയുണ്ട്. അതായത് അജണ്ടകൾ ഞാൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏതൊക്കെ അജണ്ടകളാണ് കൗൺസിലിൽ വെക്കേണ്ടതെന്ന വിഷയം ആ ലിസ്റ്റ് ഞാൻ കാണാം. കൗൺസിൽ നോട്ടീസ് ഞാൻ ആദ്യം കാണണം. അതേ സെർവ് ചെയ്യാൻ പാടുള്ളൂ. അത് ഞാൻ കണ്ടിട്ടില്ല. അത് ബന്ധപ്പെട്ട ക്ലർക്കിന് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വിശദീകരണ മെമ്മോ കൊടുക്കുന്നുണ്ട്. സാധാരണ നടക്കുന്നൊരു രീതി എങ്ങനെയാണ് കൗൺസിലിൽ അജണ്ട തയ്യാറാക്കുമ്പോൾ? അജണ്ട തയ്യാറാക്കുന്നത് ചെയർപേഴ്സണും സെക്രട്ടറിയും ഒന്നിച്ചിരുന്ന് ഏതൊക്കെ അജണ്ടകളാണ് ഈ കൗൺസിലിൽ വെക്കേണ്ടത് എന്ന് രണ്ടുപേരും തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. ഇനി ചില വിഷയങ്ങൾ ഇപ്പോൾ ചെയർപേഴ്സൺ ചിലപ്പോൾ വിയോജിക്കാം. അത് കൗൺസിലിനെ ബോധിപ്പിക്കേണ്ട വിഷയമാണ് എന്ന് സെക്രട്ടറിക്ക് ബോധ്യമാകുന്ന എല്ലാ വിഷയങ്ങളും സെക്രട്ടറി കൗൺസിലിലേക്ക് അജണ്ടയായിട്ട് കൊണ്ടുവരണം. അത് വേണ്ട എന്ന് ആണ് ചെയർപേഴ്സൻ്റെ നിലപാടെങ്കിൽ അത് ഫയലിൽ എഴുതി തന്നെ രേഖാമൂലം എഴുതണം. എവിടെയാണ് വീഴ്ച എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് ഞാൻ ക്ലർക്കിന് മെമ്മോ കൊടുക്കുമ്പോൾ കൗൺസിൽ ക്ലർക്ക് വിശദീകരണം തരട്ടെ എന്താണ് സംഭവിച്ചെന്നുള്ളത്. ബാക്കി അപ്പോൾ നോക്കാം. സെക്രട്ടറി അറിയാതെയാണോ യോഗം വിളിച്ചതെന്ന് വ്യക്തത വരുത്താൻ LDF കൗൺസിലർമാർ സെക്രട്ടറിയെ നേരിൽ കണ്ട് സംസാരിച്ചു. UDFന്റെ ഇത്തരം ഏകപക്ഷീയവും ജനാധിപത്യ വിരുദ്ധവുമായ നടപടിയിൽ പ്രതിഷേധിച്ച് അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന കൗൺസിൽ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് LDF കൗൺസിലർമാർ അറിയിച്ചു. ഭരണസമിതിയുടെ ഈ നിലപാട് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണെന്ന് LDF കൗൺസിലർ അജയ്കുമാർ വ്യക്തമാക്കി. സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാം അല്ലെങ്കിൽ ചെയർപേഴ്സണും ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ സംവിധാനവും ഭരണ സംവിധാനവും ചേർന്നതാണ്. അപ്പോൾ അതിനകത്ത് ഈ രൂപത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം കൊണ്ടുവന്ന് മണ്ണാർക്കാടിൻ്റെ ഭരണസംഭരണം ഉണ്ടാക്കി വികസനത്തെ സംഭവിക്കുന്ന നിലപാടിലേക്ക് പോകാൻ പാടില്ല എന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി പരിഹരിച്ചുകൊണ്ട് നാളത്തെ മീറ്റിംഗ് മാറ്റിവെച്ച് സെക്രട്ടറിയും ചെയർപേഴ്സണും ചേർന്ന് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള അജണ്ടകൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, കാരണം 100 കണക്കിന് അജണ്ടകളുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും പ്രതിപക്ഷങ്ങളുടെ അജണ്ടകൾ കൈമാറുമ്പോൾ അത്തരം അജണ്ടകളൊന്നും തന്നെ പലപ്പോഴും ഈ അജണ്ടയിലെ അല്ലെങ്കിൽ കൗൺസിൽ യോഗത്തിൻ്റെ ഭാഗമായി വരുന്നില്ല. ഞങ്ങൾ കൊടുത്ത ശേഷം ഞങ്ങൾ പറയുന്ന ഡിമാൻഡുകൾ ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങളുടെ കൗൺസിലർമാർ കൊടുത്തിട്ടുണ്ട്. അതൊന്നും തന്നെ അജണ്ടയിൽ കയറി വരുന്നില്ല. മറിച്ച് ചില ആൾക്കാരുടെ മാത്രം അജണ്ടകൾ പ്രത്യേക താല്പര്യത്തോടുകൂടി യുദ്ധകാലാടിസ്ഥാനത്തിലാണ് കൗൺസിൽ യോഗത്തേക്ക് വരാറുള്ളത്. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഇതിനകത്തൊക്കെ തന്നെ ഒരു സ്വജനപക്ഷപാതം അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. അടിയന്തരമായി തിരുത്തേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായമുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു തരത്തിൽ ഞങ്ങൾ തികച്ച പ്രതിഷേധത്തിലാണ്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്ന തീരുമാനമാണ് ഞങ്ങൾക്കുള്ളത്. CCN മണ്ണാർക്കാട്.